Good evening, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ക്ലാസിക് ഇമേജ് പ്രോബ്ലമാണ്. ക്ലാസിക് ഇമേജ് പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസിക് ഇമേജ് പ്രോബ്ലത്തിന് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് we have considered a infinitely long grounded conducting plane. Above the grounded conducting plane, we put a point charge q at 0, 0, d, and if you want to calculate the potential at a point p, x, y, z, that problem is slightly complicated. That means we have to solve Poisson's equation and we have to actually calculate what is the charge induced on the surface of the grounded conducting plane due to this point charge. ഇങ്ങനെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിനിൽ എത്ര പോയിന്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്തെന്നുള്ളത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അതേപോലെ തന്നെ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പോയിസൺസ് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അത്തരം ഒരു പ്രോബ്ലത്തിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ വി ഹാവ് കൺസിഡേർഡ് അനദർ ഇമേജ് പ്രോബ്ലം. ആ ഇമേജ് പ്രോബ്ലം ഇതാണ്. ദിസ് ഈസ് ദ ആക്ച്വൽ പ്രോബ്ലം ആൻഡ് ദിസ് ഈസ് ദ ഇമേജ് പ്രോബ്ലം. ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിനെ റിമൂവ് ചെയ്തിട്ട് അപ്പർ സർഫസിൽ ക്യൂ എന്ന് പറയുന്ന ഡി ഡിസ്റ്റൻസ് നിൽക്കുന്നുണ്ട്. അതേപോലെ ഡി ഡിസ്റ്റൻസിന് താഴെ മൈനസ് ക്യൂ ചാർജ് സിറ്റുവേറ്റ് ചെയ്തു. അതായത് ഈ പ്ലസ് ക്യൂവിൻ്റെ ഒരു ഇമേജ് ആയിട്ടുള്ള ഒരു മൈനസ് ക്യൂ ഇവിടെ ഇമാജിൻ ചെയ്തിട്ട് ഇതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. യൂണീക്ക്നെസ് തിയറത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഇമേജ് പ്രോബ്ലത്തിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ് ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിനും ഈ പോയിന്റ് ചാർജുള്ള ആക്ച്വൽ പ്രോബ്ലത്തിൻ്റെ ഈ സർഫസിന് മുകളിൽ, അതായത് സെറ്റ് ഗ്രേറ്റർ, ഇപ്പോൾ ഈ ആക്സസ് സെഡ് ആക്സസ് സെറ്റ് ഗ്രേറ്റർ ദാൻ സീറോയിലെ പൊട്ടൻഷ്യൽ ആക്ച്വൽ പ്രോബ്ലത്തിൻ്റെയും ഇമേജ് പ്രോബ്ലത്തിൻ്റെയും സെയിം ആണെന്ന് നമ്മൾ യൂണീക്ക്നെസ് തിയറം ഉപയോഗിച്ച് സ്ഥാപിച്ചു. എന്നിട്ട് നമ്മൾ ആ എക്സ്പ്രഷൻ എഴുതി വി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 1/4πε0 q divided by root of x square plus y square plus z minus d the whole square minus q divided by root of x square plus y square plus z plus d the whole square. This is the expression for potential. ഇത് ഇമേജ് പ്രോബ്ലത്തിൻ്റെ പൊട്ടൻഷ്യലാണ്. അത് തന്നെയാണ് ആക്ച്വൽ പ്രോബ്ലത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കൊരു ചോദ്യം, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാവുന്നത് ഹൗ മച്ച് എമൗണ്ട് ഓഫ് ചാർജ് ഈസ് ഇൻഡ്യൂസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ ഡ്യൂ ടു ദിസ് ചാർജ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഇമേജ് പ്രോബ്ലത്തിൽ നിന്ന് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻ പ്രകാരം ഇലക്ട്രോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻ പ്രകാരം ഇൻഡ്യൂസ്ഡ് ചാർജ് സിഗ്മ എന്ന് പറയുന്നത് -ε0 ഡോ വി ബൈ ഡോ എൻ എന്ന് എഴുതാം. ഇത് നമ്മളൊരു കണ്ടക്റ്റിംഗ് സർഫസിലെ ഒരു ഉള്ള ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ദിസ് ഡോ വി ബൈ ഡോ എൻ, ഈ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിൽ സെറ്റ് ക്യാപ്പ് ആയിരിക്കും, അതായത് എബവ് ദ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ. ഇപ്പോൾ നമുക്കിവിടെ ഡോ വി ബൈ ഡോ എൻ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിലാണ്. സോ ഡോ വി ബൈ ഡോ എൻ ഇൻ ദിസ് പ്രോബ്ലം ഈസ് ആക്ച്വലി ഡോ വി ബൈ ഡോ സെറ്റ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0. നമ്മൾ കൺസിഡർ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മളുടെ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. എക്സ് വൈ പ്ലെയിനിൽ സെഡ് 0. സോ ഡോ വി ബൈ ഡോ എൻ ഈസ് ഡോ വി ബൈ ഡോ സെറ്റ്. സോ ഇൻഡ്യൂസ്ഡ് സർഫസ് ചാർജ് density on the grounded conducting plane
is sigma of xy, it is a function of x and y, minus epsilon naught dou v by dou z at z is equal to 0. Then equation number 1 node to equation number 2. Sorry, this is equation number 1, this is equation number 2, this is equation number 3. So this is the expression. നമുക്കിത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം വിയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഡോ വി ബൈ ഡോ സെറ്റ് കണ്ടുപിടിക്കാം. സോ ഇക്വേഷൻ നമ്പർ പ്രകാരം വി എന്ന് പറയുന്നത് ഇതാണ്. സോ വാട്ട് ഈസ് ഡോ വി ബൈ ഡോ സെറ്റ്? ഡോ വി ബൈ ഡോ സെറ്റ് എന്ന് പറയുന്നത് 1/4πε0 q by 4πε0 ബ്രാക്കറ്റ് 1/√. അപ്പോൾ നമുക്കതിനെ -1 അതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1/2 x² + y² plus z minus d whole square whole raised to -1/2 - 1. x raised to n ന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് n x raised to n - 1 ആണ്. പിന്നെ നമ്മൾ z-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ഇൻറ്റു z - 2 ഇൻറ്റു z - d. z - d ഹോൾ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. എക്സിനെയും വൈനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. z - d ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു z - d എന്ന് വരും. മൈനസ് -1/2 into x² plus y² plus z plus d the whole square whole raised to -1/2 - 1 into 2 into z plus d. z-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും ഇൻറ്റു 1. ഇവിടെ ഇൻറ്റു 1 d എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ എന്ത് വരും എക്സ്പ്രഷൻ? നമുക്ക് ഈ 2നെയും വെട്ടിക്കളയാം. ഇവിടെ 2ഉം ഇവിടെ 2ഉം വെട്ടിപ്പോയി. സോ ദ റിസൾട്ട് വിൽ ബി 1q by 4πε0 bracket minus of z minus d divided by x² plus y² plus z minus d the whole square whole raised to 3/2. -1/2 - 1 എന്ന് പറയുന്നത് -3/2 വരും. ഇപ്പോൾ ഇവിടെ 3/2 വരും. ഡിനോമിനേറ്ററിൽ 3/2 വരും. പ്ലസ് മൈനസും മൈനസും പ്ലസ് ആയി z പ്ലസ് d ഡിവൈഡഡ് ബൈ x² plus y² plus z plus d the whole square whole raised to 3/2. This is the expression. So നമുക്ക് ഡോ വി ബൈ ഡോ സെറ്റ് കിട്ടി. നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഡോ വി ബൈ ഡോ സെറ്റ് അറ്റ് z is equal to 0 ചെയ്യാം. അപ്പോൾ ഇതിൽ സെഡിന് 0 കൊടുക്കുക. ഇവിടെ ഡിനോമിനേറ്ററിൽ സെഡിന് 0 കൊടുക്കാം, ന്യൂമറേറ്ററിലും സെഡിന് 0 കൊടുക്കാം. ഈ ടേമുകളെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും 1/4πε0 qd z 0 ആയ കാരണം qd ഡിവൈഡഡ് ബൈ x² plus y² plus d² whole raised to 3/2 plus qd divided by x² plus y² plus d². z plus d എന്ന് പറയുമ്പോൾ d വരും. d² whole raised to 3/2. So this is dou v by dou z at z is equal to 0. So that will be equal to 2qd divided by 4πε0 x² plus y² plus d²
whole raised to 3/2. അപ്പോൾ ഈ 2ഉം 2ഉം വെട്ടിപ്പോയി. അപ്പോൾ the result will be QD divided by QD divided by 2 pi epsilon naught x square plus y square plus d square whole raised to 3/2. What is sigma? Sigma is minus epsilon naught dou v by dou z at z is equal to 0. So minus QD divided by 2 pi into x square plus y square plus d square whole raised to 3/2. Equation number 5. അപ്പോൾ സിഗ്മ കിട്ടി. സിഗ്മ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, നമ്മൾ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിനിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടക്റ്റിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു XY പ്ലെയിനിലാണ് കിടക്കുന്നത്. അവിടുത്തെ സിഗ്മ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഏരിയ എലമെൻറ്റ് കൺസിഡർ ചെയ്യണം, DA. അപ്പോൾ ആ ഏരിയ എലമെൻറ്റ് കൺസിഡർ ചെയ്താൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ചാർജിനെ നമുക്ക് Q ഇൻഡ്യൂസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. Q induced is equal to integral sigma dA. ഇപ്പോൾ എവിടെ തൊട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലത്തിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, എക്സും വൈയും വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിക്കാം. പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ആറും തീറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ്, ആറും തീറ്റ. അപ്പോൾ ആറും തീറ്റ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പോളാർ കോർഡിനേറ്റിലെ ഏരിയ എലമെൻ്റ് എന്ന് പറയുന്നത് DA നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, RdR d തീറ്റ. R ഇവിടെ ഇതൊരു ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ ആണ്. സോ R will varies from 0 to infinity and theta will varies from 0 to 2 pi. So what is the expression? Total charge. Total charge നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. Q induced is equal to R varies from 0 to infinity, theta varies from 0 to pi, sigma into R dr d theta. Here sigma is minus QD divided by 2 pi into x square plus y square plus d square whole raised to 3/2. So that will be equal to minus QD divided by 2 pi into R square plus d square all raised to 3/2. So this substitute here. The Q induced will be equal to integral R varies from 0 to infinity minus QD divided by 2 pi into R square plus d square whole raised to 3/2 into R dr integral theta varies from 0 to pi d theta. Sorry, not pi, 2 pi. Here also 2 pi. So ആദ്യം തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം.
Q induced will be equal to minus integral R varies from 0 to infinity QD divided by pi into r square plus d square whole raised to 3 by 2 into r dr into integral d theta എന്ന് പറയുന്നത് തീറ്റ വരും 0 to 2 pi. അപ്പോൾ ഈ 2 പൈയും ഈ 2 പൈയും വെട്ടിപ്പോകും. സോ that can be written as minus qd integral 0 to infinity r dr divided by r square plus d square whole raised to 3 by 2. Okay, 2 pi വെട്ടിപ്പോയി. So what is the expression? അപ്പോൾ ഇതിനൊന്ന് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ആർ ഡി ആർ ന്യൂമറേറ്ററിൽ ആർ ഡി ആർ, ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഹോൾ റൈസ് ടു 3 by 2. സോ വി ക്യാൻ റൈറ്റ്, നമുക്കറിയാം നമ്മൾ ആർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഡി ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് 2r dr വരും. ന്യൂമറേറ്ററിലാണെങ്കിൽ ആർ ഡി ആർ ആണുള്ളത്, അപ്പോൾ ഒരു 2 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിത് ഇങ്ങനെ എഴുതാൻ പോവുകയാണ്. Q induced is equal to minus QD integral R varies from 0 to infinity d of r square plus d square divided by 2 into r square plus d square whole raised to 3 by 2. ഇങ്ങനെ എഴുതും. അപ്പോൾ ന്യൂമറേറ്ററിൽ ആ ഡി ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2r dr വന്നു. ആർ ഡി ആർ ഇവിടെ ഉള്ളൂ, ആ 2 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ ഓൾമോസ്റ്റ് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് പോലെ. എക്സ് റൈസ് ടു ഇവിടെ എൻ എന്ന് പറയുന്നത് മൈനസ് 3 by 2 വരുന്നു മാത്രം. എൻ എന്ന് പറയുന്നത് മൈനസ് 3 by 2 വരും. അപ്പോൾ അതിനെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എൻ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. അതേ രൂപത്തിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് മൈനസ് ക്യൂ. മൈനസ് ക്യൂ എന്ന് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തും. ഇതാണ് നമ്മൾ അവസാനം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് മൈനസ് ക്യൂ ആണെന്ന്. ഇത് 2 സ്റ്റെപ്പേ ഉള്ളൂ. ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ചെയ്യാവുന്ന 2 സ്റ്റെപ്പുകളാണ്. 2 സ്റ്റെപ്പുകൾ ചെയ്താൽ നിങ്ങൾക്ക് മൈനസ് ക്യൂ എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തും. സോ ദ ടോട്ടൽ ചാർജ് ഇൻഡ്യൂസ്ഡ് ഓൺ ദ ഗ്രൗണ്ടഡ് കണ്ടക്ടിങ് സർഫസ് ഈസ് മൈനസ് ക്യൂ. ഓക്കെ, താങ്ക് യു.